ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ അതേ സമയം ഇപ്പോൾ 8 മണിയായി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഒരു ഗ്രൗണ്ട് കാണിച്ചില്ലത്, അതാണ് ഈ കാണുന്ന ഗ്രൗണ്ട്. അടിപൊളി ഗ്രൗണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ കളിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അവിടെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. പക്ഷെ നല്ല അടിപൊളി വലിയൊരു ഗ്രൗണ്ടാണ്, ഫുട്ബോൾ ഗ്രൗണ്ട്. ഇതിൻ്റെ പുറകിലായിട്ടത് തേയിലത്തോട്ടം. അപ്പോൾ ഞാനിവിടെ നേരെ പൂപ്പാറ റൂട്ട് പിടിക്കാം. അപ്പോൾ ഞാൻ വണ്ടി കയറിയിട്ട് കാര്യങ്ങളൊക്കെ പറയാതെ നമ്മുടെ ചെറുക്കൻ ഇവിടെ മഞ്ഞത്ത് നനഞ്ഞത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി കയറിയിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയാം. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് അതേ ഇത് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മൂന്നാർ ടൗണ്, റൈറ്റ് പൂപ്പാറ, അതായത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഗ്യാപ്പ് റോഡ്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ, അതായത് നമ്മുടെ മൂന്നാർ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ രണ്ടാമത്തെ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലാത്തവരൊന്ന് കാണണേ. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പൂപ്പാറ, അതായത് ഗ്യാപ്പ് റോഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അല്ല, പൂപ്പാറ ഓക്കെ, ഇത് തന്നെ. അപ്പോൾ അങ്ങോട്ട് റോഡ് വേണം, അതൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് റോഡ്. അപ്പം എൻ്റെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പൂപ്പാറ വരെയല്ലേ പോകുന്നത്. പൂപ്പാറ വരെയുള്ളതിനാണ് ഈ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത്. പൂപ്പാറ കഴിഞ്ഞിട്ട് ബോഡിമേറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോകാൻ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ ഫ്രണ്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്താണ്. അങ്ങോട്ടുള്ള റോഡ് നല്ല കിടിലൻ റോഡാന്ന് പറഞ്ഞത്. ഒരുപാട് 17 എങ്ങാണ്ട് ഹെയർ പിന്നും ഉണ്ട്. അപ്പോൾ ആ ഒന്ന് റൂട്ട്, അതായത് ബോഡിമേട് വ്യൂ പോയിന്റ് കഴിഞ്ഞ് കുറച്ചൊരു താഴോട്ട് പോകണം. അപ്പോൾ അവിടം വരെ ഒന്ന് പോയി ഒന്ന് കറങ്ങി റിട്ടേൺ പറഞ്ഞ് നമ്മൾ തിരിച്ച് ചിലപ്പോൾ ഇവിടുന്ന് സൂര്യനെല്ലി അങ്ങോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാർ എക്സ്പ്ലോറിങ്ങിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ നമ്മൾ തേയിലത്തോട്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഒരുപാട് കണ്ടും കേട്ടിട്ടുള്ള ഒരു റൂട്ടാണ്, ഒരുപാട് ആഗ്രഹിച്ച റൂട്ടുമാണ് ഇത്. റോഡ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത റോഡാണ്. പലപ്പോഴും നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടുന്നത്. ഇവിടെ താഴോട്ട് നല്ല വ്യൂ. ഞാൻ എവിടെയെങ്കിലും സ്ഥലത്തൊന്ന് ഒതുക്കാം. നമ്മൾ വന്ന വഴി അതാണ്, അവിടുന്ന് വണ്ടികൾ വരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ അവിടെ ആ ടൗൺ ഭാഗം അവിടെയാണ്. ഇവിടെ ഇങ്ങോട്ട് വലിയ മലനിരകൾ നോക്കിയേ, ഇപ്പുറത്ത് തേയിലത്തോട്ടം. രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. പക്ഷെ നല്ല വെയിലുണ്ട്, പക്ഷെ എന്നാൽ തണുപ്പുമുണ്ട്. ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. നമുക്കെന്തായാലും ഇവിടുന്ന് വണ്ടി എടുക്കാം. ഇനി കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇനി നല്ല വ്യൂസ് കാണും. സത്യം പറയാലോ, ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും മനസ്സിന് എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ആ വിഷ്വലിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കണം. കാരണം അതുപോലെ നല്ല രസമുണ്ട് കാണാൻ. റോഡും തേയിലത്തോട്ടവും. ആ റൈഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള റോഡാണ്. എല്ലായിടത്തും ഇതുപോലെയൊക്കെ അടിപൊളി റോഡാണ്. എന്ത് രസമായിരുന്നു അല്ലേ. ഇതാണ് സിഗ്നൽ പോയിന്റ്. അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ളൊരു സ്പോട്ടാണിത്. അങ്ങ് മലനിരകൾ കണ്ട് എന്ത് ഭംഗിയല്ലേ കാണാൻ. ആ ഭാഗത്തൊക്കെ കോട കാണാം നമുക്ക്. പക്ഷെ ഇങ്ങോട്ടൊന്നും അധികം കോടയുടെ ഇല്ല. പക്ഷേ ആ മലയുടെ ഒക്കെ ആ ഒരു ഭാഗത്തായിട്ടൊക്കെ നല്ലതുപോലെ കോട കാണാം. താഴോട്ടെല്ലാം തേയിലത്തോട്ടമാണ്. ആ മലയുടെ അവിടെയൊക്കെ വീടാണ്. എന്തോ ഒരു ഇത് കാണുന്നുണ്ട് അവിടെ. ആ ഭാഗത്തൊക്കെ വീടുകളുണ്ട് അവിടെ ഇവിടെയൊക്കെ. നല്ല അടിപൊളി വിഷ്വൽ. ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നമ്മുടെ മൂന്നാർ, പൂപ്പാറ, അതിന് ബോഡിമേട് വരെയുള്ള ഇൻബിറ്റ്വീനുള്ള മനോഹരമായ വിഷ്വൽസ് എടുക്കുക എന്നുള്ളതാണ്. എന്നാ രസമാണ്. ഒരു ഡ്രോൺ ഷോട്ട് കൂടി കിട്ടുമായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ അപ്പുറത്തൊന്ന് ഇറങ്ങി നോക്കട്ടെ. എൻ്റെ ദൈവമേ, ആ പച്ചപ്പൊക്കെ നോക്കിയേ. എന്ത് രസമാണ് കാണാൻ.
സത്യം പറയല്ലോ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വരണം. ഒത്തുപോലെ മനോഹരമായ വിഷയമല്ല അത്. ആ പച്ചപ്പ് നോക്കിയേ. ഓ, അപ്പോൾ നമ്മൾ ടോൾ പ്ലാസ എത്തിയിരിക്കുകയാണ്. ടോൾ ആക്റ്റീവ് ആണോ അല്ലെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ പൈസയൊക്കെ എത്രയെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ലക്ഷണം കണ്ടിട്ട് ടോൾ ആക്റ്റീവ് അല്ല. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-22 കിലോമീറ്റർ ഉണ്ട് പൂപ്പാറയ്ക്ക്. എന്തുകൊണ്ടാണ് ടോൾ ഇല്ലാതെന്ന് അറിയത്തില്ലല്ലോ. എന്തായാലും നമുക്ക് 2 വീലറുകാർക്ക് വേണ്ടല്ലോ. ആ റോഡിൻ്റെയൊക്കെ വീതി നോക്കി. വാവ്, കിട്ടില്ല വ്യൂ. സൂപ്പർ സൂപ്പർ. വ്യൂസ് എന്നൊക്കെ പറഞ്ഞു ഇതാണ് വ്യൂ. എൻ്റെ അമ്മ എന്നാ അടിപൊളി വ്യൂ ആണെന്നറിയാം. അതെ, അവിടുന്ന് ബസ്സൊക്കെ പോകുന്ന കാണാം നിങ്ങൾക്ക്. ഇവിടുന്ന് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ തേയിലത്തോട്ടോ. അത് ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. നമ്മളിപ്പോൾ നിന്നെടുത്ത് കുറച്ചൊന്ന് ഒരു 50 മീറ്റർ ഫ്രണ്ടോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റ് ആണിത്. ഞാനിപ്പോൾ ആ വ്യൂ പോയിന്റിൽ ആ ഒരു വാച്ച് ടവർ ഉണ്ട്, അതിൻ്റെ മുകളിൽ കയറിന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ആളുകളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്. ഞാൻ ഇപ്പോൾ ഈ ആ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നാണ് വീഡിയോ എടുത്ത്. ഇവിടെ അത്യാവശ്യം കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സ്നാക്സോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനും ടീ കുടിക്കാനൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം കുറച്ച് കടകളുണ്ട്. ഞാൻ ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തതാണ്. അവിടെ ലാൻഡ് സ്ലൈഡ് ചെയ്താണോ എന്ന് അറിയത്തില്ല. ഇവിടെ മൊത്തം ഇത് കണ്ട പാറ മല. ആ ഡയറക്ഷനോട്ടാണ് പോകുന്നത്. പിന്നെ ഈ സൈഡിലായിട്ടേ നേരത്തെ നല്ല കോടയായിരുന്നു, ഒന്നും കാണാൻ പറ്റായിരുന്നു. ഇപ്പം കോട പോയപ്പോൾ നമ്മൾ താഴോട്ട് പോകേണ്ട ആ റോഡാണ് കാണുന്നത്. പക്ഷെ അങ്ങ് നിങ്ങൾക്ക് കാണാം കോട. നേരത്തെ ഇവിടെ എല്ലാം കോടയായിട്ട് മറിഞ്ഞിരിക്കുക. നേരത്തെ ഒന്നും കാണാൻ പറ്റില്ല. നേരത്തെ ഭയങ്കര വലിയ കൊക്കയായിട്ട് എനിക്ക് തോന്നിയത്. കൊക്ക തന്നെയാണ്, എന്നാലും നമ്മൾ പോകേണ്ട ആ റോഡ് അങ്ങനെ. ആക്ച്വലി എനിക്കിപ്പം തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ താഴോട്ട് റോഡ് കാണിച്ചില്ലേ, അതെന്ന് പറഞ്ഞാൽ രാജാക്കാട് ബൈസൺ വാലി അങ്ങോട്ടൊക്കെ പോകുന്ന ഈ കാണുന്ന റൂട്ടാണ്. പക്ഷെ നമുക്ക് പോകേണ്ടത് സ്ട്രെയിറ്റ് ആണ്. ഞാൻ ആ മുകളിൽ നിന്ന് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങോട്ടൊരു റോഡ് കണ്ടില്ല. അപ്പോൾ താഴോട്ട് അതുള്ളത് ബൈസൺ വാലിയൊക്കെ പോകുന്ന റൂട്ടാണ്. നമുക്കിത് ഇവിടെ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഈ പോകുന്ന ഇവിടെ അടുത്തായിട്ട് എവിടെയാണ് ഒരു കള്ളൻ്റെ ഗുഹയുണ്ട്. അത് ഈ ഭാഗത്ത് എവിടെയായിട്ടാണ്. ഞാനപ്പോൾ അതേ മലയിൽ കള്ളൻ ഗുഹ, റോക്ക് കേവ്, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഒരു ചെറിയൊരു ചായക്കടയുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഒരു ചായ മേടിച്ചു. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നൈസായിട്ട് അതിൻ്റെ അകത്ത് കയറി നോക്കാം. ഞാനങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് കേവിലൊന്ന് കയറി നോക്കാം. ഇത് പണ്ട് ഇവിടെ ഒരു ഇതെന്ന് വെച്ചാൽ ചെറിയൊരു വഴിയായിരുന്നു. അപ്പം അന്ന് ഇവിടെ ഈ ഗുഹയിലൊരു കള്ളൻ, തങ്കയ്യ എന്ന പേരുള്ളൊരു കള്ളൻ ഇതിനകത്ത് ഒളിച്ചിരുന്നു. എന്നിട്ട് ഇതിലേ പോകുന്ന ആളുകളിൽ നിന്നൊക്കെ കാശൊക്കെ തട്ടിയെടുക്കുമായിരുന്നു. ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിനകത്ത് ഒളിച്ചിരുന്നിട്ട് ആളുകളുടെ നിന്ന് ഓരോന്നൊക്കെ അടിച്ചു മാറ്റി പുള്ളി പാവപ്പെട്ടവരെ സഹായിക്കുമായിരുന്നു എന്നൊരു ചരിത്രം കൂടി പറയുന്നുണ്ട്. അത് കറക്റ്റാണെന്ന് അറിയില്ലെന്നാണ് ആ കടയിലെ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ ഒരു ചരിത്രം കൂടി ഉണ്ടെന്ന്. എന്നാൽ ഈ ഗുഹ ഉണ്ടായേക്കുന്നത് മിക്കവാറും ഇത് 2 പാറയായിരിക്കണം. ഇത് വല്ലതും പണ്ട് എത്ര വർഷം പഴക്കമുള്ള ഗുഹയായിരിക്കും. അവിടെ ഒരു വെട്ട് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ മിക്കവാറും 2 പാറ ആയിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. കേവ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വന്നാലേ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ലോക്ക്ഹാർട്ട് ഗ്യാപ്പ് റോഡ് വ്യൂ പോയിൻ്റ്. അവിടെയും കടയുണ്ട്. ഇവിടെ 1-2 കടകളിപ്പോൾ, പക്ഷേ അതിൻ്റെ അകത്തൊന്നും കച്ചവടമൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു കടയുണ്ട്. ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ കമ്പിവേലി കെട്ടിയേക്കാണ്. പക്ഷെ ഇവിടെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. ഉണ്ട്, ഇതാണ് അവിടുത്തെ ഒരു വ്യൂ. ഒന്നും കാണാൻ പറ്റും. അതുപോലെ അങ്ങക്ക് കോടയെ. അപ്പോൾ ഇവിടെ അങ്ങനെ അത്ര അധികം കാണാനൊരു ഭംഗിയായിട്ട് തോന്നുന്നില്ല എനിക്ക്. ഇത് കണ്ടില്ലേ, കൊള്ളാം. ഇത് ഈ ഒരു വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്.
അടുത്തത് വന്നേക്കുന്നതാണ് പെരിയ കനാൽ വാട്ടർഫോൾസ്. ഇവിടെ ആളുകൾ നിൽപ്പുണ്ട്, കടകളും ഉണ്ട്. ഇതാണ് പെരിയ കനാലിൻ്റെ ഒരടുത്തുള്ള വ്യൂ. ഇവിടെ വെള്ളക്കുറവാണ്. വെള്ളച്ചാട്ടം ഒഴുകി പോകുന്നതേ ഇതാണ്. ഈ അവിടെ താഴെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കിടക്കുന്നേക്ക് എന്തുമാത്രമാണ്. എന്താ അല്ലേ, വെള്ളം ഇങ്ങനെ ഒഴുകി അങ്ങോട്ടങ്ങ് പോകും. ഇതാണ് ഇതിൻ്റെ ബിഹൈൻഡുള്ള വ്യൂ. നമ്മൾ വന്നത് ആ വഴിയാണ്, അങ്ങോട്ട് കാറൊക്കെ കയറിപ്പോകുന്നതാണ്. ഇത് കണ്ട വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് റോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പോകേണ്ട താഴോട്ടാണ്, പൂപ്പാറ ഒക്കെ അങ്ങോട്ട് ബോഡിമേറ്റും ഒക്കെ പോകേണ്ട അങ്ങോട്ടാണ്. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ സൂര്യനെല്ലി കൊളുക്കുമലയൊക്കെ അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ ബോഡിമേട്ടൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് നമ്മൾ സൂര്യനെല്ലി പോകും. അപ്പോൾ നമ്മൾ ആ റോഡ് സ്പ്ലിറ്റ് ചെയ്യുന്ന കണ്ടില്ലായിരുന്നു, സൂര്യനെല്ലിയും പൂപ്പാറയും. അവിടെ താഴെ ജീപ്പ് ഡ്രൈവർമാർ കിടപ്പുണ്ടാവും. അപ്പം എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാനതിൽ ഒരു ചേട്ടനോട് ഞാൻ ചോദിച്ചു, അതായത് കൊളുക്കുമലയിലൊക്കെ പോകുന്നതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം. ചിലപ്പോൾ എന്നെപ്പോലെ നല്ല ഡൗട്ടുള്ളവരും ഒരുപാട് കാണുമല്ലോ. അതായത് കൊളുക്കുമല മേളിലൊക്കെ ആണെങ്കിൽ സൺറൈസ് കാണാൻ പോകുന്നതിന് അവിടെ ടെൻറ്റ് സ്റ്റേ ഒക്കെ ഉണ്ട്. അവിടെ ടെൻറ്റ് സ്റ്റേക്കൊക്കെ മിനിമം 2000 റേഞ്ചൊക്കെയാണ് വരുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള റൂമൊക്കെ ആണെങ്കിൽ 6000 ഒക്കെ വരും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ സൂര്യനെല്ലി ഭാഗത്ത് അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തതിൽ 500, 600, 700 ആ റേഞ്ചിലൊക്കെയുള്ള റൂമുകളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടുന്ന് താഴത്തു നിന്ന് 2500 രൂപയാണ് കൊളുക്കുമല വരെയുള്ള ജീപ്പിൻ്റെ എക്സ്പെൻസ്. അതായത് 2000 പറഞ്ഞു വെച്ചാൽ 500 രൂപയാണ് അവിടുത്തെ എൻട്രി ഫീസ്. അതായത് ഇപ്പോൾ ഒരു വണ്ടിക്കകത്ത് ഒരു ജീപ്പിനകത്ത് 6 പേരാണ് അലൗഡ് ആയിട്ടുള്ളത്. അതിലിപ്പോൾ 6-ൽ കൂടാൻ പാടില്ല. അതിലൊരു ഫോമുണ്ട്. ആ ഫോമിനകത്ത് നമ്മൾ 6 പേരുടെയും പേരും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കണം. അപ്പോൾ 6 പേർക്ക് കൂടി 2000 രൂപയും പിന്നെ 500 രൂപ എൻട്രി ഫീസ്. അപ്പോൾ 2500 രൂപ. അതിപ്പം 6 പേരിൽ താഴെയാണെങ്കിലും ഈ റേറ്റ് തന്നെ വരും. അതായത് ജീപ്പിന് 2000, എൻട്രി ഫീസ് 500 കൂടി 2500. പിന്നെ ഈ ജീപ്പ് പോകുന്നത് കൊളുക്കുമല വരെ മാത്രമേ ഉള്ളൂ. ബോസ് പീക്ക് പോകണമെങ്കിൽ അവിടുന്ന് പിന്നെയും ഒരു 1500 രൂപ എക്സ്ട്രാ വരും. അപ്പോൾ അത് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ താഴെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യും ജീപ്പ്. ഒരു 6 മണിയൊക്കെ ആകുമ്പം അവിടെ സൺറൈസ് കാണത്തക്ക രീതിയിലാണ് ഇവിടുന്ന് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോകുന്നവരിൽ ഇപ്പോൾ താഴെ വന്നാൽ ഒരുപാട് ആളുകൾ കാണും. നമുക്ക് ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് പോകാൻ പറ്റും. ഇപ്പോൾ 2500 രൂപ സ്പ്ലിറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇതിൽ ബോസ് പീക്കിൽ പോകണമെങ്കിൽ പ്രശ്നം വരുന്നത് വെച്ചാൽ അവിടുന്ന് 1500 രൂപയാണ് ബോസ് പീക്കിൽ വരുന്നത്. അവിടെയും 500 രൂപ എൻട്രിയും 1000 രൂപ ജീപ്പിൻ്റെ ചാർജുമായിട്ടാണ് വരുന്നത്. അപ്പം ഈ നമ്മുടെ കൂട്ടത്തിൽ വരുന്നവർ കൊളുക്കുമല വരെ വരുന്നുള്ളെങ്കിൽ അത് നമുക്ക് പണിയാം. കാരണം നമുക്ക് ബോസ് പീക്കിൽ പോകണം. പക്ഷേ അവർ കൊളുക്കുമല വരെ ഉള്ളെങ്കിൽ നമുക്കത് പറ്റത്തില്ല. ഒന്നെങ്കിൽ നമ്മളിവിടെ വന്നിരുന്നിട്ട് ബോസ് പീക്ക് വരെയുള്ള ആളുകളെ ഒരു 6 പേരെയൊക്കെ കണ്ടുപിടിച്ച് ഒരുമിച്ച് പോവാം. അല്ലെങ്കിൽ പുള്ളിയൊരു സെഷൻ പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോൾ ഈ താഴെ സ്റ്റേ ഒക്കെ കാണും. ഈ 600-500 രൂപയൊക്കെ റേഞ്ചുള്ള സ്റ്റേ ഉള്ളതുകൊണ്ട് അവിടെ അവരോടൊന്ന് പറയുക താമസം എടുത്തപ്പോൾ അവർ ചിലപ്പോൾ അവിടെ താമസിക്കാൻ വരുന്നവരെയൊക്കെ ചേർത്ത് അറേഞ്ച് ചെയ്ത് തരും. അപ്പം നമുക്കാണെങ്കിൽ അങ്ങനെ പോകാം. അപ്പം ഞാനിപ്പോൾ പ്ലാൻ ചെയ്ത് ഇപ്പം പൂപ്പാറ കഴിഞ്ഞ് ബോഡിമേട്ടൊക്കെ പോയി തിരിച്ച് വന്നിട്ട് ഇവിടെ ഒന്ന് സ്റ്റേ ഒന്ന് തിരക്കി നോക്കാം. തിരക്കി നോക്കിയിട്ട് അങ്ങനെ ഈ 6 പേരെ ഒപ്പിക്കാൻ പറ്റുന്നതൊക്കെ അവരോട് ചോദിച്ച് നോക്കാം. കുറച്ചും കൂടെ വന്നപ്പോൾ അത്യാവശ്യം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഒരു നല്ല അടിപൊളി വ്യൂ ആണ്. കോട നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് ഓടിച്ച് വരാൻ നേരത്ത് അങ്ങ് ആനയിറങ്കൽ ഡാമിൻ്റെ ആ ഒരു വ്യൂ കണ്ട്. ആ കോട കാരണം അത്ര ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. താഴെ ഇവിടെ ഒരു എന്തോ തോട്ടപ്പണിക്കാരുടെ വീടുകളൊക്കെയാണെന്ന് തോന്നും. പക്ഷെ ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. പ്രത്യേകിച്ച് ആ ഡാം കാണാൻ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതേ ഈ ഒരു റോക്ക് കണ്ട, ഈ ഒരു ഗ്രീനിഷിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു റോക്ക്, അത് നല്ല പൊള്ളിയൊരു വ്യൂ ആണ്.
ആനയിറങ്കൽ ഡാമിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് എലിഫന്റ് വാലി എന്ന് പറഞ്ഞിട്ടൊരു പാർക്ക് കണ്ടു. അത് വെച്ച് ഉള്ളിലോട്ടാണ് കയറി പോകണം. അപ്പോൾ പുറത്ത് ബോർഡ് കണ്ടാണ്. അപ്പം കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ഫാമിലിക്കൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടായിട്ടാണ് തോന്നി. കാരണം പുറത്ത് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കും അതുപോലെയൊക്കെ സംഭവങ്ങൾ അടങ്ങിയതാണ്. അതുകൊണ്ടാണ് ഞാൻ കയറിയില്ല. പക്ഷേ ഇങ്ങനെ ഫാമിലിയായിട്ട് വരുന്നവർക്ക് ആ ഒരു പ്ലേസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഗ്യാപ്പ് റോഡ് അതിവിടെ തീരെയാണ്. ഇത് പൂപ്പാറ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ലെഫ്റ്റാണ് ബോഡിമേട്ട് പോകേണ്ടത്. പക്ഷേ ഞാൻ റൈറ്റ് ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. അവിടെ ഫോട്ടോ പോയിൻ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യൂ പോയിൻ്റ് കണ്ട്. ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു 10 മിനിറ്റ് താഴെങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് ബോഡിമേട്ടിലോട്ട് പോകാം. അപ്പോൾ ഫോട്ടോ പോയിൻ്റ് പേര് കേട്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ചിലപ്പോൾ അവിടെ നല്ല വ്യൂസ് വല്ലതും ഉള്ള സ്ഥലമാണെങ്കിൽ അത് മിസ്സാകണ്ടല്ലോ. അപ്പോൾ ഇതാണ് പൂപ്പാറ ടൗൺ. ഇതാണ് ഫോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞ് കണ്ടത്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പോയിന്റ് ആയിട്ട് അങ്ങനെ ഒരു ഏരിയ ഇല്ല. പക്ഷെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. നോക്കിയേ, തേയിലത്തോട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ മരമൊക്കെ നിൽക്കുന്നതാണ് നല്ല ഭംഗി. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ്, റോഡിൻ്റെ അപ്പുറത്തെ സൈഡില്ലേ, അവിടെ കുറേ പാറക്കൂട്ടങ്ങൾ കാണാം. ഇതാണ് ഇവിടുത്തെ ഒരു ഭംഗി. ഇത് ജസ്റ്റ് ഇങ്ങോട്ട് കയറിയത്. ഇതിപ്പോൾ ഈ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമളി ഒക്കെ പോകുന്ന റൂട്ടാണിത്. ബസ്സൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ജസ്റ്റ് വന്നത് ആ ഫോട്ടോ പോയിൻ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഇത് കണ്ടപ്പോഴേ ഞാൻ ഓർത്ത് വല്ല വ്യൂ പോയിൻ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇത് കണ്ടില്ലേ, ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ കുമളിയൊക്കെ പോകുന്നതാണ്. ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇറക്കി. ചെറുക്കൻ അവിടെ നിൽപ്പുണ്ട്. പിന്നെ റോഡിന് ഇരുവശത്തായിട്ട് നല്ല ഉഗ്രം ഭംഗിയാണ്. ആ കാണുന്നതാണ് ഞാനിപ്പം പറഞ്ഞ ആ പാറക്കൂട്ടങ്ങൾ. കണ്ട, ഇതിൻ്റെ ഇടയ്ക്കായിട്ട് കുറേ പാറകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കാണാൻ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമുക്കിനി തിരിച്ച് ബോഡിമേട്ടുള്ള ആ റൂട്ടിലോട്ട് കയറാം. തിരിച്ച ടൗണിലോട്ട് കയറിയാണ്, പൂപ്പാറ ടൗണിലോട്ട് തൊട്ടപ്പുറത്ത് തന്നെ. നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, പെട്രോളിൻ്റെ കാര്യം. പെട്രോള് പമ്പത്തിന് അവിടെ നിന്ന് ഇവിടെ ഈ പൂപ്പാറ എത്തി നമ്മുടെ ബോഡിമേലിലോട്ട് തിരിയുന്ന അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അവിടെ നിന്ന് ഇച്ചിരി പെട്രോൾ അടിച്ചു. അപ്പോൾ അതൊക്കെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ തലക്കുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് റൈറ്റ് കയറിക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു 3 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം. ഞാൻ പക്ഷേ അങ്ങോട്ട് പോകുന്നില്ല. അത് അത്യാവശ്യം നല്ല വ്യൂ പോയിൻ്റ് ആണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ എന്തായാലും അറിഞ്ഞുകൂടാത്തോണ്ട് അവിടെ ചോദിച്ചിട്ട് ആരും അങ്ങനെ ഒരു നല്ല ഒന്നും പറഞ്ഞില്ല. 1-2 പേര് ചോദിച്ചപ്പോൾ അറിയില്ലെന്ന് പറഞ്ഞു. വേറെ ആരോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കും അത്ര വലിയ പരിചയമില്ലാത്തതാണെങ്കിൽ വലിയ വ്യൂസ് കാണത്തില്ലായിരിക്കും. പൂപ്പാറയിൽ നിന്ന് ഈ ബോഡിമേട്ടിലോട്ട് മെയിനായിട്ട് ഞാൻ വണ്ടി എടുക്കാൻ കാരണം ഈ ഒരു റീസണാണ്. ഇതുപോലത്തെ കുറേ ഹെയർ പിൻ ബെൻഡുകളുണ്ട്. അപ്പോൾ അതെൻ്റെ ഫ്രണ്ടാണിത് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അവനൊരു താങ്ക്സ്. ഇത് കണ്ട, ഇതുപോലെ ഒരുപാട് കയറ്റമാണ്. അതുപോലെ ഒരുപാട് ഹെയർ പിൻ ബെൻഡുകളുണ്ട്. എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാൻ ഇന്നലെ എവിടെയോ കണ്ടത് 17 ഹെയർ പിൻ ബെൻഡുകളാണെന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു ഹെയർ പിൻ ബെൻഡ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് റൈഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ ഇതുപോലുള്ള ബെൻഡുകൾ. നിങ്ങളിത് കാണുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ മൂന്നാർ എത്തിയിട്ടും അല്ലെങ്കിൽ വരുന്ന വഴിക്കോ അല്ലെങ്കിൽ ഇവിടെ ഈ പൂപ്പാറ വരെയോ ഒരു നല്ല ഒരു കോടയുടെ എക്സ്പീരിയൻസ് കിട്ടിയില്ലായിരുന്നു. ഇപ്പം നോക്കിയേ, ഈ ബോഡിമേലിലോട്ട് കയറി കുറച്ചെത്തിയപ്പോഴേ നല്ലതുപോലെ കോട ഇറങ്ങി. വാവ്, ഓ, ഒന്നും കാണാൻ പോലും പോയി ചേട്ടാ. എനിക്കത് കാണാവോ? സൂപ്പറായിട്ട് നല്ല വേറെ രസം കാണിച്ചു തരാവേ. ഇത് കണ്ട, അവിടെ ബോർഡ് കണ്ട, ഇവിടെയൊക്കെ ആന ക്രോസിംഗ് സോൺ ആണ്. ഞാൻ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് നിർത്തിയതാണ്. ലവ് ഷോർ വാട്ടർഫോൾസ്. ക്രോസ് ചെയ്യുന്നൊക്കെ സൂക്ഷിച്ചാണ്, കാരണം കോട ആയത് കാരണേ കാണാൻ പറ്റുന്നില്ല. ഈ വാട്ടർഫോൾസ് ഈ കോടയുടെ ഇടയ്ക്ക് കൂടി കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഓക്കെ, ഓ സൂപ്പർ കേട്ടോ. ഇങ്ങോട്ട് വന്നില്ലായിരുന്നു ഇതൊക്കെ ഭയങ്കര നഷ്ടമായി പോകാനായിരുന്നു ഈ കോടയൊക്കെ. ഇത് കണ്ട, സൂപ്പർ അല്ലേ? ദൈവമേ, ഒന്നും കാണാൻ പോയി കേട്ടാ. ഒന്നും കാണാൻ വെച്ച് കഴിഞ്ഞാൽ
ഒരു വാഹ കാണാൻ വയ്യ. അപ്പോൾ അത് ഈ വണ്ടി ഫ്രണ്ടിൽ ഇപ്പം എൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് മാത്രം കാണുന്ന, അല്ലാതെ നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കിയേ. അയ്യോ കൊള്ളാം. ഇവിടെ ചെക്ക് പോസ്റ്റ്. ഓ ഇത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് ഇവിടെ ശരിക്കും. അയ്യോ എൻ്റെ അമ്മേ. കൊള്ള. ഇവിടെയൊക്കെ റോഡ് നടുക്ക് ഇങ്ങനെ ബ്ലോക്കാ. ഇതൊന്നും കാണാൻ പോലും പറ്റത്തില്ല. ഇതാണ് ബോഡിമേട്ട് കറക്റ്റ് ജംഗ്ഷൻ. ഇവിടെ ചെക്ക് പോസ്റ്റ് ആണ്. ഇത് നമ്മൾ തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് കറക്റ്റ് ആ ബോഡിമേട്ട് ആ റൈഡിൻ്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ട്. മൊത്തം ഹെയർ പിന്ന്. പക്ഷേ അത് നമുക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ മഞ്ഞാണ്. എനിക്ക് വീഡിയോയിൽ അത്ര ഇതായിട്ട് കാണാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ സത്യം പറയാമല്ലോ, ഇടയ്ക്കൊക്കെ ഒന്നും കാണാൻ പോലും വയ്യ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ആ വ്യൂ പോയിന്റ് എത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് നിർത്താനൊരു വകുപ്പില്ല. ഇത് ഒരു തീയിട്ട് പുകയ്ക്കുന്ന ഇരക്കില്ലേ, അതുപോലെ നല്ല പുക. ഇപ്പം എന്തേ വീഡിയോയിൽ നമ്മൾ ആ വഴിയാണ് വന്നത്. എത്രത്തോളം അതിൻ്റെ ഒരു എഫക്റ്റ് അറിയാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് നോക്കിയേ, ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് പോകണം. ഇത് ആണ് ബോഡിമേട്ട് വ്യൂ പോയിൻ്റ് ആണ്. വ്യൂ പോയിന്റിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കിയേ. കണ്ട, കോട കവർ ചെയ്തിട്ട് ഒന്നും കാണാൻ വയ്യ. ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് ഇപ്പം അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല, ഹെയർ പിൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇതിന് താഴെ വരെയും ഇപ്പോൾ താഴോട്ടാണ് പോകുന്നത് ഹെയർ പിന്ന്. ഞാനിപ്പോൾ എന്തേ അവിടെ നിന്ന് ഇറങ്ങി ആ കോർണേഴ്സൊക്കെ ഉള്ള ആ കർവൊക്കെ ഉള്ള ഏരിയ കഴിഞ്ഞു. കാരണം ഗൂഗിൾ മാപ്പിൽ അങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഞാൻ ഉദ്ദേശിച്ചതും ഇവിടം വരെ ആയിട്ടായിരുന്നു. ഇവിടെ ഒരു ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കാണാം ഡോൾഫിൻ റിലാക്സിങ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു കട. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ അങ്ങനെ കർവൊന്നും കണ്ടില്ല. പക്ഷെ കുറച്ചുകൂടെ പോയി ഇങ്ങനെ വാട്ടർഫോൾസ് ഏണ്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടം വരെ ഉള്ളൂ. ഇനി തിരിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ നല്ല ഉഗ്രനായിട്ട് കോട ഇറങ്ങിയേക്കാണ്. ഈ തിരിച്ച് ഇത്രയും തന്നെ കയറണം. അതുമല്ല ഇടയ്ക്ക് അവിടെ ആയിട്ട് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ അല്ല, ഇപ്പോഴേ ഉണ്ടായതാണ്. പക്ഷെ അത് റോഡിൻ്റെ ഏകദേശം കുറച്ച് ഭാഗത്തുള്ളതായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഇനി അധികം കൊണ്ട് പോകുന്നില്ല. ഇവിടെ ഇച്ചിരി കോടയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോയാലും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഹെയർ പിൻ വളമൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. നോക്കിയേ, അപ്പോൾ അതേ ഞാൻ ഈ ചായക്കടയിൽ നിന്ന് ഒരു ചായ മേടിച്ച്, അപ്പോൾ ചായ കുടിച്ച് ഞാൻ തിരിച്ച് കയറും. അപ്പം നമ്മുടെ മൂന്നാർ പൂപ്പാറ ബോഡിമേട്ട് ആ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ശരിക്കും വരേണ്ട ഒരു റൂട്ട് തന്നെയാണ് കേട്ടോ. അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ കിട്ടില്ല വിഷ്വൽസൊക്കെ അടങ്ങിയ ഒരു അടിപൊളി റൂട്ടായത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ അവസാനിച്ച് നമ്മൾ ഇന്ന് നേരെ സൂര്യനെല്ലി ക്യാമ്പ് പോകുന്നു. അപ്പം അവിടുത്തെ കാഴ്ചകളുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.